പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ജനുവരി 27-ാം തീയതി. നമ്മളിവിടെ രാഷ്ട്രീയ ഭൂമികയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെന്ന് പറയുന്നത്, NDTV കേരളത്തിലെ സാഹചര്യങ്ങളെ പരിശോധിച്ചുകൊണ്ട് സീറ്റുകളൊന്നും പ്രവചിക്കാതെ ചില സൂചനകൾ നൽകി. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നത്, അതുപോലെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഏറ്റവും മികച്ച ഭരണമെന്നും ഏറ്റവും മോശം ഭരണമെന്നും, അങ്ങനെ ഒരു 4-5 സ്കെയിലായിട്ട് അതേക്കുറിച്ചുള്ള സർവേകൾ നടത്തി. അതുപോലെ തന്നെ ഏറ്റവും ജനങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു സർവേ NDTV നടത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് പല ദൃശ്യമാധ്യമങ്ങളിലും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, ദൃശ്യമാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞത്, അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ദൃശ്യമാധ്യമങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ, അതായത് അതേക്കുറിച്ച് പറയാൻ കാരണം 4000, 6000 അല്ലെങ്കിൽ 10000 ആളുകളൊക്കെ കാണുന്ന പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആളുകളിങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരിക്കും എന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 ദിവസത്തെ സംഭവ വികാസങ്ങളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ NSSഉം SNDPയും ഐക്യത്തോടു കൂടി മുന്നേറാൻ തീരുമാനിക്കുന്നു. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് ഒരു അനൗപചാരികമായ രീതിയിലോ മറ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അതായത് അദ്ദേഹം BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനെന്ന പോലെ ചില പരാമർശങ്ങളൊക്കെ നടത്തി. അതിലദ്ദേഹം, ഞാൻ ഓർക്കുന്നു, ഈ SNDP NSS ഐക്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ബഹുമാനപ്പെട്ട മന്നത്ത് പത്മനാഭനെയും ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെയും ഓർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഏകദേശം ആ സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് അവതരിപ്പിച്ചത്. പക്ഷേ അതിലെ കൺക്ലൂഡിങ് പാർട്ടിൽ അദ്ദേഹം കോൺഗ്രസിനെ മാവോവാദി മുസ്ലിം ലീഗ് കോൺഗ്രസ് MMC എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അതെന്തായാലും ഇപ്പോൾ ഈ ഇത്തരം രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ NSS SNDP ഐക്യം, ആ ഐക്യത്തെക്കുറിച്ചാണ് കുറേ ദിവസം ചർച്ച നടന്നത്. പക്ഷേ ഇപ്പോൾ അവർ ആ ഐക്യത്തോടുകൂടി മുന്നേറാൻ കഴിയുകയില്ല എന്ന് NSS പ്രസ്താവിക്കുകയും NSS ആ ഐക്യ ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും NSS അതിൻ്റെ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുകയും SNDPയുമായി യോജിച്ച് പ്രവർത്തിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വഴിയെ പറയാം. അത് ഇപ്പോൾ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. നിയമസഭയിൽ നടത്തിയേക്കാവുന്ന പരാമർശങ്ങൾ, അതുപോലെ തന്നെ ഈയിടെ AK ബാലൻ, അതുപോലെ തന്നെ മന്ത്രി നമ്മുടെ സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനകൾ, സജി ചെറിയാൻ്റെ പ്രസ്താവന CPM തന്നെ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. സജി ചെറിയാൻ തന്നെ ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു. അതുപോലെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ ഭൂമികയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പൊളിറ്റിക്കൽ ടേൺ ഗോഡ്സിൻ്റെ കാര്യം. S രാജേന്ദ്രൻ CPMൻ്റെ മുൻ MLA BJPയിൽ ചേരുന്നു. ഐഷ പോറ്റി എന്ന് പറയുന്ന മറ്റൊരു മുൻ MLA കോൺഗ്രസിൽ ചേരുന്നു. അതുപോലെ തന്നെ സുജാ ചന്ദ്രബാബു എന്ന മറ്റാണെന്ന് തോന്നുന്നു കൊല്ലം ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ ഒരു പ്രധാന ജില്ലാ കമ്മിറ്റി അംഗം ആയ ഒരു വനിതാ നേതാവ് കോൺഗ്രസിൽ ചേരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ ഭൂമികയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശശി തരൂരിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും ഇവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ കോൺഗ്രസിൽ തുടരുമോ, അതല്ല BJPയിൽ പോകുമോ, അദ്ദേഹം CPMൽ ചേരുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് LDFൻ്റെ ഘടകകക്ഷിയാകുമോ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്
CPIഎമ്മിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് പറയാവുന്ന രീതിയിൽ 3 മേഖലാ ജാഥകൾ നടക്കാൻ പോവുകയാണ്. ആ മേഖലാ ജാഥകളിൽ ഒന്ന് തെക്കൻ ജില്ലകളിൽ നിന്ന് തുടങ്ങുന്നതാണ്. അത് സഖാവ് ബിനോയ് വിശ്വമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ നിന്ന് മുൻ ആലപ്പുഴ MP ആയ സഖാവ് സുജാത, അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിൽ നിന്നുള്ള മുൻ MLA CPMൻ്റെ പ്രധാന നേതാവുമായ സഖാവ് സ്വരാജ്, ഇങ്ങനെയുള്ള പല ആളുകളും തെക്കൻ മേഖലാ ജാഥയിൽ പങ്കെടുക്കുകയാണ്. മധ്യമേഖലാ ജാഥയിൽ ജോസ് കെ മാണിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. 1-ാം തീയതി ആരംഭിക്കുന്ന വടക്കൻ മേഖല ജാഥയും ഇവിടെ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കുമ്പോൾ ആ യോഗങ്ങൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ, അതുപോലെ തന്നെ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ നടത്തിയേക്കാവുന്ന പ്രസ്താവനകൾ, ഇതെല്ലാം ജനങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതായത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ പോലെയുള്ള പൊതു പ്രശ്നങ്ങൾക്ക് പുറമെ ഓരോ ദിവസവും നമ്മുടെ രാഷ്ട്രീയ ഭൂമിക മാറുകയാണ്. SNDPയും SNSSും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല അവർ വെവ്വേറെ പ്രവർത്തിക്കും, അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന തീരുമാനത്തിൽ നിന്ന് NSS പിന്തിരിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകൾ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു പ്രത്യേക സമുദായം കൂടുതലായുള്ള മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ സർവേകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഈ സർവേകൾ ശരിയാവുകയില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിൽ വിവിധ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ജനങ്ങളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇന്നലെ ഉള്ളതെങ്കിൽ ഇന്നത് മറ്റൊരു മുന്നണിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഈ സർവേകളുടെ ഫലം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജില്ല തിരിച്ചുള്ള ഒരു കാര്യം പോലും അവർ പറയുന്നില്ല. ചിലർ 115 സീറ്റ് വരെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് പ്രവചിക്കുമ്പോൾ ചിലർ 77 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു UDFന്. മറ്റു ചിലർ 100-ലധികം സീറ്റുകൾ LDFന് പ്രവചിക്കുന്ന സർവേകളുണ്ട്. അപ്പോൾ ജില്ല തിരിച്ചു പോലും പറയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ല, അതുപോലെ കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ല, ഇതൊക്കെ പൊതുവെ LDFന് അനുകൂലമായ രീതിയിൽ ജനവിധി എഴുതാൻ സാധ്യതയുള്ള ജില്ലകളാണ്. അതുപോലെ തന്നെ UDFന് അനുകൂലമായ ജനവിധി എഴുതാൻ സാധ്യതയുള്ള ജില്ലകളാണ് മലപ്പുറം, കോട്ടയം, എറണാകുളം പോലെയുള്ള ജില്ലകൾ. അതേസമയം BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചില ജില്ലകളാണ് തിരുവനന്തപുരം, പാലക്കാട് ജില്ലയിലെ ഒരു അസംബ്ലി മണ്ഡലം, കാസർഗോഡ് ജില്ലയിലെ 1-2 അസംബ്ലി മണ്ഡലങ്ങൾ. അപ്പോൾ ഈ ഒരു ജില്ലാ തിരിച്ചുള്ള രീതിയിലെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ഈ സർവേകൾക്ക് ഒരു ആധികാരികത വരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ ഭൂമിക ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയുന്നത് 80,000 ആളുകളെ കണ്ടാണ്, അതാണ് അവരുടെ സാമ്പിൾ സൈസ്. അത്രയും ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് അവർ സർവേ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ NDTVയുടെ സർവേ എന്ന് പറയുന്നത് 1000-നും 2000-നും ഇടയിലുള്ള ആളുകളെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു. അപ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ചുരുങ്ങിയത് ഒരു 5000 പേരെങ്കിലും കണ്ടുകൊണ്ട് ഒരു സർവേ നടത്തുകയാണ് എങ്കിൽ 140 മൾട്ടിപ്ലൈഡ് വിത്ത് 5000, അത്രയും ആളുകളെങ്കിലും കണ്ടിട്ട് നടത്തുന്ന ഒരു സർവേക്ക് മാത്രമേ ആധികാരികത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇനി സ്ഥാനാർത്ഥി നിർണയം നടക്കാൻ പോവുകയാണ്. വിവിധ പാർട്ടികൾ, വിവിധ മുന്നണികൾ അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്ന തീരുമാനങ്ങളുണ്ട്. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ സർവീസ് പെൻഷനേഴ്സും ഫാമിലി പെൻഷനേഴ്സുമായിട്ടുള്ള ആളുകൾക്കൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതായത് അവരുടെ പെൻഷനും സാലറിയും റിവൈസ് ചെയ്തേക്കാവുന്ന നടപടി. അതുപോലെ തന്നെ ധാരാളം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ നിയമനം അപ്രൂവൽ ആവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നിയമനങ്ങൾ അപ്രൂവൽ ആവുകയാണെങ്കിൽ അത്രയും ആളുകളുടെ നിയമനം അപ്രൂവൽ ആകുന്നവ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ കുടുംബവും
അതുപോലെയുള്ള ആളുകളുടെ വോട്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ, സർക്കാർ എടുത്തേക്കാവുന്ന നിരവധി ഘടകങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരവധി ഘടകങ്ങൾ, അതുപോലെ തന്നെ മുന്നണികൾക്കകത്തുണ്ടാകുന്ന സീറ്റ് വിഭജന ചർച്ചകൾ, അതായത് ഏതൊക്കെ സീറ്റുകൾ, ഏതൊക്കെ ആളുകൾ മത്സരിക്കണം, എത്ര സീറ്റുകൾ മത്സരിക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും നമുക്ക് ഈ സർവേകളുടെ ഫലം, ഈ സർവേകൾ പ്രവചിക്കുന്നത് പോലെയുള്ളൊരു ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫെബ്രുവരി 15 കഴിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പ്രവചിക്കുന്നത് ഒരു അനുചിതമായ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.